ഹായ് ഹലോ. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതൊന്നും ഇന്നിങ്ങനെ യൂട്യൂബിൽ ഇടേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ച് എടുത്തു വെച്ചൊന്നും ആയിരുന്നില്ല. പലതും വെറുതെ നമ്മളിങ്ങനെ വീഡിയോ പിടിച്ച് വെച്ചത് ഗൂഗിളിൽ കിടന്നതും ബാക്കിയൊക്കെ നമ്മളെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പഴയ വീട്, പഴയ കുഞ്ഞു വീട് കേട്ടോ. അപ്പം ഈ വീട്ടിൽ നിന്നാണ് പിന്നെ നമ്മൾ വീട് പൊളിച്ച സമയത്ത് വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തേങ്ങ നമ്മൾ ചിരട്ടയൊക്കെ നമുക്ക് 2 തെങ്ങുണ്ട്. നമ്മൾ 5 സെൻറ്റ് സ്ഥലമാണ്, അതിൽ 2 തെങ്ങുണ്ട്. അപ്പം തേങ്ങ നമുക്ക് അത്യാവശ്യം നമുക്ക് അരയ്ക്കാനുള്ളതൊക്കെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങയൊക്കെ എടുത്ത് വെക്കുന്നതും ചിരട്ട എടുത്ത് വെക്കുന്നതൊക്കെ ചാക്കുകളിലായിരുന്നു. പിന്നെ ഇത് മോനൂസും ആദ്യകൂട്ടനും ചെറുതായിരുന്ന സമയത്ത് കേട്ടോ. നമ്മളിവിടെ സ്ഥലം വാങ്ങി വന്നിട്ട് കൂടരഞ്ഞിയിൽ ഇപ്പോൾ താമസിക്കുന്നിടത്ത് വന്നിട്ട് ഒരു 10-13 വർഷമായി. അപ്പം 10 വർഷം എന്തായാലും കഴിഞ്ഞു. അപ്പം ആദ്യകൂട്ടന് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടി, ഇത് മോനൂസും ചെറുതാണ് കേട്ടോ. ആ സമയത്തുള്ള അവർ പച്ചക്കറിയൊക്കെ നടുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ആണ്. അന്ന് ഓൺലൈൻ ക്ലാസ്സിൻ്റെ എനിക്കൊന്ന് കൊറോണേൻ്റെ സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ അയച്ചു കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. അന്നൊക്കെ ഇങ്ങനെ വെറുതെ പിടിച്ചു വെച്ച വീഡിയോകളാണ് കേട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ ഒരു ഭാഗത്തായിരുന്നു. അന്ന് നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടുകാർ മതിൽ കെട്ടുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടും ഒരു മുറ്റമായിട്ട് കിടക്കണേ. അതിന് ശേഷം അവർ മതിൽ കെട്ടി ചെയ്തിട്ട് ഇപ്പം പിന്നെ ഇവിടെയൊക്കെ ഞങ്ങളെ വീടിൻ്റെ ചുറ്റിനും ഇത്തിരി ചെറിയ വീടായിരുന്നതുകൊണ്ട് നമുക്ക് ചുറ്റിനും സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മുറ്റത്ത് വരെ എല്ലാം നടുവായിരുന്നു കേട്ടോ. കപ്പയും പയറും പിന്നെ എല്ലാം മുളകും തക്കാളി വെണ്ട അങ്ങനെ തുടങ്ങി എല്ലാ സാധനവും ഞങ്ങൾ നടുവായിരുന്നു. ഞാനും അന്ന് ആദ്യകൂട്ടനും കുഞ്ഞായിരുന്ന സമയത്ത് ചേട്ടൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവിടെ നമുക്ക് പോയെങ്കിലും അത് വിചാരിച്ച പോലെ നല്ലൊരു ജോലി ആയിരുന്നില്ല താനും. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യകൂട്ടനെ ഗർഭിണിയായ സമയത്ത് പോയിട്ട് അവന് 2.5 വയസ്സായപ്പോഴാണ് ചേട്ടൻ തിരിച്ച് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസമായിട്ട് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോഴും എനിക്ക് തീരെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടയ്ക്ക് നല്ല വേദന, ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് പെയിനുണ്ട്. 2-3 ദിവസമായി ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിക്കുന്നത് നടന്നില്ല കേട്ടോ. ഇന്ന് എന്താണെങ്കിലും ഞാൻ റിസ്ക് എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുക തന്നെയാണ് കേട്ടോ. ഇതെന്താ മോനൂസ് എന്തോ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ അന്നിങ്ങനെ ഉണ്ട് ചെറിയ എന്തോ ഒരു പരീക്ഷണം പോലെ ചെയ്തതാണ്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു കുത്തി ചുമ വരിക. ചുമ വരുമ്പോഴത്തേക്കും എനിക്ക് അല്ലാതെയും തൊണ്ടയ്ക്ക് വേദനയുണ്ട്. ആ വേദനേൻ്റെ കൂടെ ഈ ചുമയും കൂടെ വരുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്താ ചെടിയിൽ കുപ്പിയിൽ മണ്ണിട്ടില്ല ചെടി നട്ടിട്ട് തുണിയൊക്കെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ തുണി വെച്ച ഭാഗം വേറൊരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ കുപ്പിയിലേക്ക് ഇറക്കി വെച്ചിട്ടൊക്കെയാണ് അവൻ ചെയ്തത്. അങ്ങനെ കുറേ കുപ്പികളിലൊക്കെ അങ്ങനെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വോയിസ് കൊടുക്കാനുള്ള നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ സൗണ്ടിന് ഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെ ഞാൻ പലപ്പോഴായിട്ട് നിർത്തിയാണ് പറയുന്നത്. ചുമ വന്നു പോയിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വേറെ വീഡിയോ നല്ല രീതിയിൽ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പഴയ വീഡിയോ വെച്ചിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. ഇതവൻ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടതൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ തന്നെ ഞാനും കൂടി കൊടുക്കും. പിന്നെ അവർ ചെയ്യുന്നതൊരു വീഡിയോ ആക്കി അന്ന് പിടിച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ ഇതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു നമ്മൾ ഈ ഭാഗത്ത്. അങ്ങനെ എന്താ പറയുക, ഒരു 2 വർഷം മുമ്പ് വരെ നമുക്കങ്ങനെ വെള്ളം മഴക്കാലമായാലും മഴ പെയ്യും വെള്ളം അങ്ങ് ഒലിച്ചു പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും അധികം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ പുറകുവശം എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളെല്ലാം ഒരു വയൽ പ്രദേശമായിരുന്നു. പിന്നീട് വാങ്ങിയവരൊക്കെ മണ്ണിട്ട് നിരത്തി തന്നെയാണ് കേട്ടോ ഈ അവസ്ഥയിലെത്തിയത്. അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മളെ പുറകിലുള്ള ഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടെ താന്നിട്ട് ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം പിന്നെ എന്താ പറയുക, മഴക്കാലം വരുമ്പോൾ അവിടെ വെള്ളം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെള്ളം ഒഴുകി അങ്ങ് പോകും. അവിടെ വരുന്ന വെള്ളമൊക്കെ ഒഴുകി പുറത്തോട്ട് താഴെ തൊട്ടടുത്തൊരു തോടുണ്ട്, ആ തോട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു 10 വർഷത്തോളം കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. സാധാരണ പോലെ ഷെഡാണ്. നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഇത്തിരി ചോരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പുറത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞങ്ങൾ പണ്ട് നട്ട പച്ചക്കറികളൊക്കെയാണ് കേട്ടോ, വെണ്ട, മുളക്. ഇപ്പം ഇനിയിപ്പോൾ എല്ലാം സ്ഥലങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഓരോന്നോരായിട്ട് ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ജോലിക്ക് പോവുകയും കൂടെ ചെയ്യുമ്പോൾ എങ്ങനെ എന്തോരം ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അന്ന് ഇതിലും കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടായെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് വെരിക്കോസ് വെയിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുടു ഉണ്ടായതിന് ശേഷമാണ്, കുടുവിനെ ഗർഭിണിയായപ്പോഴാണ് കാലിൽ വെരിക്കോസ് വന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നല്ലപോലെ ഉണ്ട്. ആദ്യകൂട്ടനെ എനിക്ക് തോന്നുന്നു അംഗനവാടി പഠിക്കുന്ന ഒരു 3 വയസ്സ് 3 വയസ്സുള്ള സമയത്തുള്ള വീഡിയോ ആണെന്ന് തോന്നിട്ടത്. ഈ വീഡിയോകളിലൊക്കെ ഞങ്ങൾ കൊടുത്ത വോയിസ് ഞങ്ങളെ സൗണ്ട് ഉണ്ട്, പക്ഷെ അത് തീരെ സൗണ്ടില്ല, കേൾക്കൂല. അത് നല്ലപോലെ കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കളഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതായിരുന്നു കേട്ടോ വീടിൻ്റെ മൊത്തമായിട്ടുള്ള അങ്ങനെ വീഡിയോ ഒന്നുമില്ല. ഈ രീതിയിൽ ചെറിയ രീതിയിലേ കാണുള്ളൂ കേട്ടോ. മുറ്റത്തൊരു പേരമരം ഉണ്ടായിരുന്നു. ആ പേരമരം നിറയെ പേരയ്ക്ക ഉണ്ടാവുമായിരുന്നു. പയറും കപ്പയും ചേനയും ചേമ്പും എല്ലാം നമുക്ക് മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ സമയക്കുറവും സ്ഥല സൗകര്യക്കുറവൊക്കെ ആയപ്പോഴാണ് എല്ലാം പോയത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെള്ളം കയറി അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അത്രയും നാളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളെ പുറകുവശത്തുള്ള സ്ഥലം അവിടുന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീട് വെക്കാൻ വാങ്ങിയപ്പം അങ്ങനെ മണ്ണിട്ട് അവിടെ അങ്ങ് നികന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യക്കുട്ടനും മോനൂസും കഴിഞ്ഞ് കുടു ഉണ്ടായ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കുടുവിൻ്റെ പൊക്കിൾ കൊടി പോലും വീണ് പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങോട്ട് കുഞ്ഞ് വീഡിയോ പിടിച്ച് വെച്ചാണ്. പിന്നെ കുടുവിൻ്റെ ഓരോ ഘട്ടമായുള്ള വളർച്ച എല്ലാം ഒന്നുമില്ല, കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ അവിടെ ഒക്കെ നോക്കിയപ്പോൾ ഉണ്ട്. കുറേ തുണിയില്ലാത്ത വീഡിയോകളാണ് കേട്ടോ, നിക്കറില്ലാത്ത വീഡിയോകളാണ് ആയതുകൊണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ചൊക്കെ ഡ്രസ്സുള്ള ഭാഗത്ത് വെച്ചിട്ട് വീഡിയോനകത്ത് ആഡ് ചെയ്തതാണ്. എല്ലാവരും 4 ആളും ഉണ്ട്, 4 ആൾക്കും ഷർട്ടൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞുകുടു മുട്ടുകുത്തൽ പിന്നെ കമന്ന് നീന്തുന്ന ഇത് കഴിഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയ സമയത്താണിത്. കുടു മെല്ലെ ഇരിക്കൽ തുടങ്ങിയപ്പം നമ്മൾ കുടുവിനെ വെച്ചാണെങ്കിലും എല്ലാ പണിയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്കങ്ങ് ശീലമായിരുന്നു കേട്ടോ. അങ്ങനെ കുടു മുട്ടുകുത്തൽ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയ സമയത്തുള്ള വീഡിയോ ആണിത് കേട്ടോ. ഇതൊക്കെ എങ്ങനെ സൂക്ഷിച്ച് വെച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ ഇതെല്ലാം കണ്ടതാണ്. കുടു നടക്കാൻ പഠിച്ചു, മുറ്റത്തിറങ്ങിയതാ, ചെരുപ്പില്ല, ഒന്നും ഇല്ലാണ്ട് നടക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, മക്കൾ ഒരുപാട് നമ്മൾ ഈ വീട്ടിലായിരുന്ന സമയത്ത് മഴ പെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഹോസ്പിറ്റൽസ് ഓട്ടയായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചാടുന്നതും, അതുപോലെ തന്നെ ആ മഴ പെയ്താൽ ചോരുമ്പോഴത്തേക്കും മോനൂസാണെങ്കിലും ആദ്യക്കുട്ടനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് കയറിപ്പോയി അവിടെ ഷീറ്റൊക്കെ വലിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ബാക്ക് വശം ഉണ്ടായിരുന്നത്, ഈ ഒരു രീതിയിലായിരുന്നു. അപ്പം നമ്മളെ പുന്നത്താനത്തെ പശുക്കിടാവാണ് കേട്ടോ. അവളവിടെ പുല്ല് തിന്നുന്ന സമയത്ത് എങ്ങാണ്ട് പിടിച്ച് വെച്ച വീഡിയോ ആണ്. അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഇവിടെ മൊത്തം ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ മണ്ണായി കഴിഞ്ഞപ്പം നമുക്ക് പിന്നെ പെയ്യുന്ന മഴയെല്ലാം വെള്ളം ഒഴുകി പോകാനുള്ള ഒരിതില്ലാതെ വന്നതോടുകൂടി അന്ന് നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നമുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കള ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് വെള്ളം, ആ ഭാഗത്തേക്ക് മൊത്തം വെള്ളം ഒഴുകി വന്നിട്ട് നമുക്ക് മക്കൾക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യാതെ ആയിപ്പോയായിരുന്നു കേട്ടോ. ഈ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട്. കുടു ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് യൂട്യൂബ് എനിക്ക് തോന്നുന്നത് തുടങ്ങിയതും യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പം ആ സമയത്തെങ്ങാണ്ട് ഇത് നമ്മളിവിടുന്ന് വീട് മാറി മുകളിലേക്ക് പോകാനായ സമയത്തുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പം ഞങ്ങളിവിടുന്ന് വാടകയ്ക്ക് പോകാനായ സമയത്താണ് ആ കപ്പളമരം ഉണ്ടായതും. അപ്പോൾ അതുവരെ ഇല്ലാത്ത കപ്പളങ്ങ അപ്പം ഉണ്ടായതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നതായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം വന്ന സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കാണല്ലോ അതിൻ്റെ ഒരു വിഷമം. അതായത് ഇറങ്ങി രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരുന്നുള്ളെങ്കിൽ അന്ന് നമുക്ക് കുഴപ്പമില്ലെന്നല്ല, വിഷമമുണ്ട്. വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് ബുദ്ധിമുട്ടറിയുള്ളൂ. പക്ഷേ അന്ന് ഞാൻ കുഞ്ഞു വാവയാണ്, മോനും സ്വാതിക്കുട്ടനും ഉണ്ട്. അപ്പം ഞാൻ ജോലിക്കൊന്നും പോകാത്ത സമയമാണ്.
അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു നിവൃത്തിയില്ലാതെ, പക്ഷേ നമ്മളെ പുറകിലെ ആ മണിട്ട ചേട്ടനോടൊക്കെ എന്ത് പറഞ്ഞാലും ചേട്ടൻ ഓടി വരുമായിരുന്നേ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ചേട്ടന് ആദ്യം തന്നെ ഞാൻ ആ ചേട്ടനോട് തന്നെ നന്ദി പറയണം. കാരണം ആ ചേട്ടന് അവിടെ അത്ര മണിട്ട് നിർത്തി ഞാൻ ചേട്ടനെതിരെയൊന്നുമല്ല, ഞാൻ എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാൻ അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ അവസ്ഥ ഇതാണ്, കുട്ടികൾ 3 പേരുണ്ട്, ഞങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഇതിൽ നിന്നൊരു എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി വേണം. അപ്പോൾ അത് ആണ് ആവശ്യപ്പെട്ട് ഞാൻ പോയത് കേട്ടോ പഞ്ചായത്തിലല്ലാതെ ഒരാൾക്കെതിരെ പരാതിയായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം അത് ആ ചേട്ടനെ അറിയാം. അതുകൊണ്ട് തന്നെ ചേട്ടന് ഇന്നും ആ ഒരു രീതിയിലൊരു വെറുപ്പോ വിദ്വേഷമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ചേട്ടൻ പഞ്ചായത്തിൽ ഞങ്ങൾ രണ്ടാളും വിളിപ്പിച്ച സമയത്തും ചേട്ടനും അത് തന്നെയായിരുന്നു അവിടെ പറഞ്ഞത്. ആവശ്യം അവർക്കൊരു വീടാണ്. കാരണം നമ്മൾ അങ്ങനെ ഞാൻ ആ പരാതിയായിട്ട് ഇറങ്ങിയത് കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ആളുകളെല്ലാവരും വന്നു. പലവട്ടം അവർ വന്ന് നോക്കിയ സമയത്തല്ല ഈ അവസ്ഥയായിരുന്നു കണ്ടിരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു വെള്ളം കിടന്നിരുന്നത്. വെള്ളം ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളെ ഷെഡിലേക്ക് കയറിയില്ല എന്ന് മാത്രം. ഷെഡിൻ്റെ താഴത്തെ ഈ പുറത്തതിലൊക്കെ കയറും, അകത്തേക്ക് കയറിയില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ആരായാലും ഇതിനെതിരെ പ്രതികരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടായി പിന്നെ പോവാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പോകാൻ പറഞ്ഞു, നീ ചെയ്യേണ്ടത് ചെയ്യുക. കാരണം പണിക്ക് പോകുന്ന ആൾ പണിക്ക് പോവാതെ ഇതിൻ്റെ പുറകെ നടന്നാൽ കാര്യം നടക്കില്ല. അപ്പം ഞാൻ പണിക്ക് പോകാൻ നിനക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല, അപ്പം നീ ചെയ്യുന്നുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇറങ്ങി പരാതിയും പരിഭവമായിട്ട് പഞ്ചായത്ത് കയറി ഇറങ്ങി. ഇതുപോലെ വെള്ളം വരുമായിരുന്നു കേട്ടോ. നമുക്ക് ആകെ പേടിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകാൻ പറ്റില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥയായി പോയായിരുന്നു കേട്ടോ. 2-3 ദിവസമൊക്കെ ഈ വെള്ളം ഇങ്ങനെ തന്നെ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഈ വീടിൻ്റെ ചുറ്റിനുള്ള സ്ഥലമല്ലേ, നമുക്ക് അലക്കാനോ ഒന്നിനും പോകാൻ പറ്റാതെ ആയിപ്പോവും. പിന്നെ അവസാനം ഒരു പ്രാവശ്യം മക്കളെയും കൊണ്ട് വീട്ടിലോട്ട് പോയി നിൽക്കേണ്ടി വന്നു കേട്ടോ. 2 ദിവസം നിന്ന് വന്നപ്പോഴേക്കാണ് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ പഞ്ചായത്ത് പോയി ഇങ്ങനെ പരാതിയൊക്കെ കൊടുത്ത സമയത്ത് നമുക്ക് വീട് പാസ്സാവുന്നതും ആ ഉടനെ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും അതിനോടനുബന്ധിച്ച്. അപ്പോൾ അങ്ങനെ അവർ പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്ന് നോക്കിയ സമയത്തും അവരും ഷെഡിൻ്റെ അവസ്ഥ തന്നെ മോശം, കൂടാതെ നമ്മളെ ചുറ്റിനും വെള്ളം. പക്ഷേ എന്നിട്ടും ഞാൻ ഓർക്കുന്നത് അതല്ല, നമ്മളെ എന്താ പറയുക, ചില ആളുകൾ, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, നമ്മളെ വീട് പണി കരാറെടുത്ത നമ്മൾ അനീഫാക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഫാക്കനോട് പറഞ്ഞു ഇങ്ങനെ ആ പെണ്ണ് പരാതി കൊടുത്തു, ആ ചേട്ടനെതിരെ പരാതി കൊടുത്തു, ഭയങ്കര അഹങ്കാരി, തൻ്റേടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ മക്കളെ കാര്യത്തിൽ നമ്മൾ കുറച്ച് അഹങ്കാരം കാണിച്ചാലോ മക്കളെ സുരക്ഷിതരാക്കുക എന്നുള്ളത് ഏതൊരു അച്ഛൻ്റെ അമ്മേൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. അപ്പം അവർക്ക് വേണ്ടി ഞാനൊരല്പം അഹങ്കാരിയായാലും എനിക്കൊരു സങ്കടമില്ല കേട്ടോ. കാരണം ഒരു വ്യക്തിയുടെ പേരിൽ ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല. എൻ്റെ അവസ്ഥ ഇതാണ്, ഞങ്ങളെ വീടിൻ്റെ അവസ്ഥ ഇതാണ്, 3 കുട്ടികളുണ്ട്, അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ എന്ന രീതിയിൽ ഞാൻ അവിടെ അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടു തരണം അതിന് എന്തെങ്കിലും ഒരു മാർഗം വേണം, അത്രയോ പറഞ്ഞിട്ടുള്ളൂ. അതൊരു വ്യക്തിക്ക് നേരെ ഒരിക്കലും ഞാൻ പരാതി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ. ഇതൊക്കെ തന്നെ പറയണം, കുറച്ച് കാര്യങ്ങളെന്ന് ഓർത്തിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പക്ഷേ ആ ചേട്ടൻ അത്ര സപ്പോർട്ടായിരുന്നു കേട്ടോ. എപ്പോൾ വിളിച്ചാലും ചേട്ടൻ വരുമോ. ഞാൻ ആ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ചേട്ടൻ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും ഞങ്ങൾ രണ്ടാളും ചെന്നിട്ടും ഞാൻ അവിടെ നിന്നും പറഞ്ഞു, ചേട്ടനെതിരെ അല്ല എനിക്ക് പരാതി, എൻ്റെ ആവശ്യം ഇതാണ്, കാരണം ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, വീടിൻ്റെ അവസ്ഥ ഇതാണ്, നമുക്കതിൽ നിന്നൊരു ഇത് വേണം, അത്രേ ഉള്ളൂ, അല്ലാതെ ചേട്ടനെതിരെ ഒരു പരാതിയില്ല. അപ്പം അവിടെയുള്ള പഞ്ചായത്തിൽ ഉള്ള ആളുകളും ഞാനും ചേട്ടനും തന്നെയായിരുന്നു. എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് രമ്യേൻ്റെ ഹസ്ബൻഡ് വന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് പണിയുണ്ട്, എനിക്ക് പകരം ഒരാൾ പറയാൻ അവിടെ ഉണ്ടായാൽ മതിയല്ലോ, രമ്യ ഉണ്ട്, അപ്പം നീ പോയാൽ മതിയെന്ന് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ പോയി. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് എന്തായെന്ന് വെച്ചാൽ ലിസ്റ്റ് വീടിൻ്റെ ഇത് വന്നു.
അതിൽ നമുക്ക് വീട് പേര് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താണെങ്കിലും നമുക്ക് ആ പ്രാവശ്യം തന്നെ വീട് പാസ്സായി കിട്ടിയിട്ടോ. അപ്പം അവർ ഈ അവസ്ഥ കാണും കൂടെ ചെയ്തത് കൊണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ വീട് പണി അനീഫാക്കയ്ക്ക് കരാറ് കൊടുത്തു. അനീഫാക്ക ഇതായിരുന്നു അനീഫാക്ക കേട്ടോ. അനീഫാക്കയ്ക്ക് കരാറ് കൊടുത്തു. അനീഫാക്ക പരമാവധിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും എല്ലാവരും പലരെയും കാണിച്ചതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഇതിൽ അനീഫാക്കയാണ് കേട്ടോ കരാറെടുത്തത്. അപ്പോൾ അങ്ങനെ അനീഫാക്കയായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ചു. പിന്നെ നമുക്കിവിടെ വെള്ളത്തിൻ്റെ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് ഫില്ലറിൽ ചെയ്തു. അതാണ് നമുക്ക് കുറച്ച് അധിക ചിലവ് വന്നത്. ഈ ഫില്ലറിൽ പണി എടുത്തത് കൊണ്ടാണ് നമുക്ക് അത്രയും പൈസേൻ്റെ ഒരു ഇത് വന്നത്. അല്ലെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ ഘട്ടം ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. അതും ചെയ്യുന്നതിനനുസരിച്ചൊന്നും കിട്ടില്ല. ചെയ്ത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ കാത്തിരിക്കണം. അതങ്ങനെ തന്നെയാണല്ലോ. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലല്ലോ. പക്ഷേ എന്താ പറയുക, മറ്റ് ഇതിൻ്റെ പുറകിൽ എൻ്റെ യൂട്യൂബിൽ ഓരോ ഇതിലും വീഡിയോസ് ഉണ്ട് കേട്ടോ. നമ്മളെ വീട് പണീൻ്റെയും ആദ്യം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിലുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ വീട് പണി തുടങ്ങിയ സമയത്ത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, അമേരിക്കയിൽ നിന്ന് നമ്മളെ ഒരു അമ്മ വിളിക്കാറുണ്ടായിരുന്നു. ആ അമ്മേൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു ഘട്ടത്തിലാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, ഇത് കഴിഞ്ഞു പടവ് തുടങ്ങണമെങ്കിൽ കല്ലിറക്കണം. അപ്പം കല്ലിറക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ. പടവ് കഴിയണം. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് ആ കല്ലിറക്കാനുള്ള സഹായം കിട്ടിയത് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന അമ്മേൻ്റെ ഒരു സഹായമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കല്ലിറക്കാൻ പറ്റി. അത് എന്താ പറയുക, നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ കുടുംബക്കാരും അല്ലാത്തവരൊക്കെ പറയുമായിരുന്നു, ഓ ഈ വീടും ഇല്ല, സൗകര്യമില്ല, ഒരു വൃത്തിയില്ലാത്ത വീഡിയോ ചെയ്യുന്നു. അപ്പം അവരത് പറയാമെന്നല്ലാതെ അപ്പോൾ അവർക്ക് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിൽ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ വീട്ടിലാണ് ആ മക്കളെ കൊണ്ട് കിടക്കുന്നത്. അങ്ങനെ ഒരു സങ്കടമൊന്നും ഉണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു ഇത് ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ അറിയാത്ത, നമ്മളെ കാണാത്ത ആരുമല്ല, ഞങ്ങളൊന്നും ആരുമല്ല. ഞങ്ങളെ ഇപ്പം നമുക്കൊരു സാധനം തന്നാൽ അത് തിരിച്ചു കൊടുക്കുമെന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഉറപ്പില്ല, ഒന്നും അറിയാതെ നമുക്ക് ഒരു സഹായം തന്നതായിരുന്നു കേട്ടോ ആ അമ്മ. അപ്പോൾ ആ അമ്മേൻ്റെ ആ ഒരു സഹായത്തിൽ നമ്മൾ ഒരു ലോഡ് കല്ലിറക്കാൻ ഞങ്ങൾക്ക് പറ്റി. ഒരു ലോഡും അല്ല, 2 ലോഡാണെന്ന് തോന്നുന്നു. 2 ലോഡ് കല്ലിറക്കി. അങ്ങനെയാണ് നമ്മൾ പടവ് തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം വീട് പണി, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ ഓരോരോ ലോൺ. അത് പിന്നെ വീട് പണിയാകുമ്പോൾ എന്തായാലും ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നീട് അങ്ങോട്ട് പടവും കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം, പിന്നെ തേപ്പും കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം നമ്മൾ പരമാവധി എല്ലാം തന്നെ നമ്മൾ സ്വന്തം പണിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചേട്ടായി തന്നെ വൈറ്റ് സിമെൻ്റ് അടിച്ചതും ഒക്കെ ഞങ്ങൾ കൂടിക്കൊടുത്തു. എങ്കിലും കൂടുതലും ചേട്ടായി തന്നെ ചെയ്തു. പിന്നെ ഇതുപോലെയുള്ള ചെറിയ പണികളും എല്ലാം അടുപ്പിച്ച് കൊടുക്കുന്ന പണികളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക്. കൂടെ ഈ ഫ്രണ്ടിലെ ഈ ജനൽ ഞങ്ങൾക്ക്, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന അരിക്ക ഞങ്ങൾക്ക് ജനൽ പൊളി നമുക്ക് സ്പോൺസർ ചെയ്തു. പിന്നെ ടോമി ചേട്ടനും ഭവി ചേച്ചിയും നമുക്ക് ഈ പെയിൻറ്റ് ചെയ്യുന്നത്, ഈ ഫ്രണ്ടിലെ ഈ ഡോറ് നമുക്ക് ടോമി ചേട്ടനും ഭവി ചേച്ചിയും തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 പേരുടെ സഹായം. പിന്നെ അച്ഛനും അമ്മയും ആരോഗ്യം കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ കാലുമുട്ടൊന്നും ഇല്ല, കയ്യും കാലൊന്നും ഇല്ലെങ്കിലും അച്ഛനും അമ്മയും വന്ന് പരമാവധി പണിയെടുത്തു. അതുപോലെ തന്നെ അമ്മച്ചി കേട്ടോ. ഇപ്പോൾ തൊട്ടടുത്ത സാരി എടുത്ത് നിൽക്കുന്നത് ഏട്ടൻ്റെ അമ്മയാണ്. ആ പുറകിലാണ് നൈറ്റി ഇട്ട് നിൽക്കുന്നതാണ് എൻ്റെ അമ്മ. കാരണം അമ്മയ്ക്ക് ഈ കയറിക്കൂടലിൻ്റെ ആ ദിവസം അമ്മയ്ക്കൊന്നും മര്യാദയ്ക്ക് കുളിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പണിയായിരുന്നു കേട്ടോ. രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ടാങ്കിലെ വെള്ളവും തീർന്നു, കറണ്ടും പോയി, എല്ലാം കൂടിയായിട്ട് ബുദ്ധിമുട്ടായി പോയിട്ട് അമ്മയ്ക്ക് കുളിക്കാൻ പോലും പറ്റിയില്ല, പാവം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അച്ഛനും അമ്മയും അവരെ കൊണ്ട് കഴിയുന്ന പോലെ അച്ഛനും അമ്മയും സഹായിച്ചു. പിന്നെ അമ്മച്ചി ഏട്ടൻ്റെ അമ്മേൻ്റെ അടുത്തു നിന്നും നമുക്ക് സഹായം കിട്ടി. പിന്നെ എല്ലാവരും ഒരുപാട് പ്രാർത്ഥനകളും സഹായങ്ങളും സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു.
തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളതെല്ലാം ഒരു പരിധി വരെ എല്ലാം തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണെങ്കിൽ പോലും നമുക്കത് ആ സമയത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവില്ല കേട്ടോ. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതൊരിക്കലും ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞാൻ. എനിക്കതെന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 10-13 വർഷം ഞങ്ങളൊരു കുഞ്ഞു വീട്ടിൽ കിടന്നാലും അന്നും ഞാൻ ഓർത്തില്ല ഇങ്ങനെയൊരു വീട്ടിലൊന്നും കിടക്കാൻ കഴിയുമെന്ന് ഓർത്തിട്ടില്ല കേട്ടോ. ചോർന്ന് ഒലിക്കുമ്പോഴും പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നല്ല സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് നമ്മളെക്കൊണ്ട് കഴിയുന്ന എല്ലാം നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുമ്പം അതിൽ സത്യം പറഞ്ഞാൽ അഭിമാനിക്കാനും കൂടി ഉണ്ട് കേട്ടോ. സഹായങ്ങൾ കിട്ടിയത് ഇല്ല എന്ന് പറയുന്നില്ല, സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ കൊടുക്കേണ്ടതെല്ലാം നമ്മൾ തിരിച്ച് കൊടുത്തേ പറ്റൂ. തിരിച്ച് കൊടുക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു, കൊടുക്കണം. പക്ഷേ എങ്കിലും ഇന്ന് നമുക്ക് സന്തോഷത്തോടു കൂടി കയറി കിടക്കാൻ, സമാധാനത്തോടു കൂടി ഉറങ്ങാൻ, പേടിക്കാതെ ഉറങ്ങാൻ ഒരിടമായി. ഇനി അടുക്കള ഭാഗം ഇല്ലേന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അടുക്കള ഭാഗം ഇല്ല കേട്ടോ. നമുക്ക് പഞ്ചായത്തിൻ്റെ അളവിലെന്ന് പറയുമ്പോൾ 420 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ അതിനകത്ത് എല്ലാം കൂടി ആകുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല. ഞങ്ങൾ 5 പേരുണ്ട്, മക്കൾ 3 ആളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അടുക്കളയും റൂമുകളും എല്ലാം ഇതിൻ്റെ ഉള്ളിലാവണം എന്നായിരുന്നു കേട്ടോ. കാരണം സാമ്പത്തികമായിട്ട് നമ്മളെ കയ്യിലൊന്നും ഇല്ലാതെ നമ്മൾ വലിയത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പോൾ ഏട്ടായി പറഞ്ഞു, എടി ഇപ്പം ഇത്തിരി കഷ്ടപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊരു സൗകര്യമായി തീരും, അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അടുക്കള പുറത്തേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുക്കള പുറത്തേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം പഞ്ചായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്കും മഴയായി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വെള്ളത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പം നമ്മളിനി ഒരു ഫില്ലറിന് കുഴി എടുക്കാനൊന്നും പറ്റില്ല. അപ്പം മഴേൻ്റെ ഒരു ബുദ്ധിമുട്ടും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നവും കഴിഞ്ഞാലേ നമുക്ക് ബാക്കി ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി പറയാണ്. ഇത് ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ പിടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ മോൻ അപ്പുറത്തുണ്ടായിരുന്നു. ഞങ്ങളെ ഫ്രണ്ട് ക്യാമറ ഇല്ല, ബാക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ. അത് കാരണം ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടതെന്ന് മനസ്സിലായില്ല. ഈ വീഡിയോ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇടാതെ പോയത്. കാരണം വലിയ മോന് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ കാണുന്നില്ല ഞാൻ നോക്കുമ്പോൾ. പിന്നെ കുടുവിനൊരു 2 വയസ്സായപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടുവിനെയും കൊണ്ട് പോകാൻ പറ്റുന്ന, കുടുവിനെ നോക്കാനും പിള്ളേരെ 3 ആളെ കാര്യങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയതുകൊണ്ട് ഞാൻ തൽക്കാലം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പൊല്യൂഷൻ സെൻറ്ററിൽ ജോലിക്ക് കയറി. അവിടുത്തെ സാറിനെയാണ് ഞാൻ എടുത്തു പറയേണ്ടത് കേട്ടോ. ഞാൻ ഈ വീട് പണീൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി പല ദിവസങ്ങളിൽ പഞ്ചായത്തുകളിലും വില്ലേജുകളിലൊക്കെ പോകേണ്ടി വന്നിട്ട്. ഇതാണ് കേട്ടോ അവിടുത്തെ ഓണർ ജിബിൻ സാറ്. അപ്പം സാറ് ഒരിക്കൽ പോലും രമ്യ ലീവ് എടുത്തിട്ട് രമ്യേൻ്റെ കാര്യത്തിന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. രമ്യ എന്താവശ്യത്തിനും പൊക്കോ, അവിടുത്തെ ഫ്രീ ഉള്ള സമയം നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോ എന്ന് പറഞ്ഞ സാറിനോടും ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ജോലിയുടെ കൂടെ തന്നെയാണ് യൂട്യൂബ് ചെയ്യുന്നതും, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം കുട്ടികളുടെ കാര്യങ്ങൾക്കാണെങ്കിലും തന്നെ വീടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഞാൻ ഓടി നടക്കാനൊക്കെ പറ്റി. ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത പോലെ ഞാൻ ഒരു സ്ഥാപനത്തിലും ജോലി ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും ഫ്രീ ആയിട്ടൊരു ജോലി. ഇനിയും എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നല്ല കമൻറ്റുകളിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരോടും സന്തോഷത്തോടു കൂടി താങ്ക് യു കേട്ടോ.